അപ്പം ചങ്കുകളെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പം NCERT വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ 11ലെ ഒക്കെ മാർക്ക് അതിന്റെ എല്ലാം റിസൾട്ട് അല്ലെങ്കിൽ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ 12ലെ ആ ഒരു റിസൾട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വരിക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിലെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് 15%, 10ാം ക്ലാസ്സിലെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് 20%, 11ലെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് 25% സ്കോർ അങ്ങനെയാണ് വരുന്നത്. 12ന്റെ ടോട്ടൽ സ്കോറിന്റെ അപ്പൊ ഇതിനകത്ത് 60% എവിടെ നിന്ന് വന്നു? ഈ 9, 10, 11 വന്നു. പിന്നെ 12th നിന്ന് വരിക അപ്പൊ 40%. പണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 12ൽ കംപ്ലീറ്റ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 12ന്റെ റിസൾട്ട് ആണ് നിങ്ങളുടെ 12ലെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യുക? പ്രതിഫലിക്കുക. പക്ഷേ ഇപ്പൊ അങ്ങനെ പറ്റൂല. നിങ്ങൾ 9 തൊട്ട് തന്നെ കണ്ടിന്യൂസ് ആയി പഠിക്കണം എന്നാണ് NCERT കൊടുത്തിരിക്കുന്ന ആ ഒരു നിർദ്ദേശത്തിൽ അവര് പറഞ്ഞിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിപ്പം CBSEയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കുമല്ലേ എന്നൊക്കെ. പക്ഷെ അപ്പോഴും നമുക്ക് ഇതിനകത്ത് CBSE എന്ന് പറയുമ്പോൾ കേരളത്തിൽ കീം സ്റ്റാൻഡർഡൈസേഷൻ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പോൾ കുറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ ഇഷ്യൂസ് ഒരുപാട് പരാതികളൊക്കെ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു വാർത്തയിൽ പറയുന്ന കാര്യം ഒരുപാട് ബോർഡുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു NCERT വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സിലബസിലോട്ടും അപ്പൊ ഇങ്ങനെ CBSEക്ക് മാത്രമായിട്ട് ഇങ്ങനെ ആ ഒരു ഇവാലുവേഷനും ബാക്കി ബോർഡുകൾക്കൊക്കെ 12ലെ മാർക്ക് മാത്രം ബേസ് ചെയ്യുമ്പോഴും കുട്ടികൾക്കിടയിൽ വലിയൊരു രീതിയിലുള്ള ഒരു വ്യത്യാസം അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരികയാണെങ്കിൽ അത് നമ്മുടെ കേരളയിലോട്ടൊക്കെ വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ 9th-ലെ 10th-ലെ 11th-ലെ 12th-ലൊക്കെ പഠിക്കുന്ന ചങ്കുകളാണെങ്കിൽ നന്നായിട്ട് അങ്ങ് പഠിച്ചു പോവുക, അടിപൊളിയായിട്ട് പഠിക്കുക. 12th-ന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം കഥകളും കോഡുകളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. അപ്പം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് 12th-ന്റെ. അപ്പൊ അതിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഫുൾ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുക. അപ്പം ചങ്കുകളെ എന്താണ് നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് തൽക്കാലം ഇപ്പൊ എന്താണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്നേ ഉള്ളൂ. വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിനകത്ത് എന്ത് തീരുമാനമെടുക്കുന്നു, എങ്ങനെയാണ് കാര്യങ്ങള് ഈ NCERTയുടെ ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് എന്തായാലും കാണാം. അപ്പം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? കരുതിയിരിക്കുക. നന്നായിട്ട് 9 തൊട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. 9 തൊട്ടല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? പഠനം എന്ന് പറഞ്ഞാൽ ഒരു ചെയിനാണ്. അപ്പൊ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ പഠിക്കണം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ ബാക്കിയാണ് 9, 9ലെ ബാക്കിയാണ്. അപ്പൊ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് നിങ്ങൾ ആലോചിക്കുക. പഠനം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അടിപൊളി എൻജോയ് ചെയ്ത് പഠിക്കുക. അപ്പം ഞങ്ങളെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും വീഡിയോ കണ്ടതിന് നന്ദി. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.